ആദ്യത്തെ ഒരു ചോദ്യം ഒരു കുട്ടി മോനാണ് ഉപ്പാനെ കുറിച്ചുള്ള. അപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ എന്താ വെച്ചാൽ ഇത് മുഴുവൻ മൗലവി വായിപ്പിച്ച് കേൾപ്പിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വായിക്കണം. പ്രിയ ഹാരിസ് ഉസ്താദ്, കഴിയുന്നത്ര ചുരുക്കിയാണ് ഞാനിത് എഴുതുന്നത്. ദിവസങ്ങളായി വലിയൊരു ഷോക്കിൻ്റെ ആഘാതത്തിലാണ് ഞാൻ. ഒന്ന് നേരെ ഉറങ്ങാൻ കഴിയുന്നില്ല. ലൈംഗികപരമായ തിന്മകളിലെ ഏറ്റവും വൈകൃതമായ ഒരു തെറ്റ് എൻ്റെ സ്വന്തം പിതാവിൽ നിന്നും സംഭവിച്ചതായി ഞാൻ അറിഞ്ഞു. അത് എൻ്റെ ഉപ്പ ചെയ്തു. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകരുതേ എന്ന് ആണ് എൻ്റെ പ്രാർത്ഥന ഇപ്പോഴും. പക്ഷേ എനിക്ക് വിശ്വസിക്കാനും സാധിക്കുന്നില്ല. ഉപ്പ ഈ തിന്മ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ ഞാൻ അറിഞ്ഞത് മാത്രമാണോ എന്നും അറിയില്ല. ഏതായിരുന്നാലും ഇത് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. തെറ്റ് അറിഞ്ഞാൽ അവരെ അത് അറിയിച്ച് തിരുത്തുകയും ചെയ്യണം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും അതിന് കഴിയില്ല. എൻ്റെ ഉമ്മ ഇതറിഞ്ഞാൽ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യും. ഇതിനെയും ആവർത്തിക്കുമെങ്കിൽ ഈ തിന്മയിൽ എങ്ങാനും പിടിക്കപ്പെട്ട് കുടുംബക്കാരുടെയും മറ്റു മുന്നിൽ ഉപ്പയുടെ അഭിമാനം നശിക്കുന്നത് എൻ്റെ കണ്ണിൽ ഇടയ്ക്കിടെ ഞാൻ കാണുന്നു. ഇങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടുന്നു. അതുകൊണ്ട് ഉസ്താദ് ഇത് പൊതുപ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ ഈ ലൈവിലും എനിക്കൊരു ഉത്തരമായി പറഞ്ഞു തരികയും എൻ്റെ ഉപ്പ അത് കേൾക്കാൻ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ ഉപ്പ ഈ തെറ്റിൽ നിന്നും പിന്മാറുകയും തൗബ ചെയ്ത് മടങ്ങും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ദീർഘമായിട്ടാണ് ഉള്ളത്. വാപ്പാക്ക് അങ്ങനെ കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല, സുഹൃത്ത് വലയങ്ങളൊന്നുമില്ല. കുറേ അധികം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ വായിക്കുന്ന കുറേ സമയം വേണം. അപ്പോൾ ഉപ്പാനെ പഴയ പോലെ സ്നേഹിക്കാൻ, ഉപ്പ ഇതൊന്ന് വിട്ടുമാറാനുള്ള ഒരു അടങ്ങാത്ത അതാണ് ഞാനിത് ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു 21 വയസ്സായ ഒരു പെൺകുട്ടി ഒരു രാവിലെ സമയത്ത് ഇതേപോലെ വിളിച്ചു. അപ്പോൾ അവൾ വളരെ യാദൃച്ഛികമായി വാപ്പയുടെ ഫോണ് നോക്കിയപ്പോൾ വാപ്പയുടെ തന്നെ മുമ്പ് വാപ്പയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തതോ ഏതോ നിലക്ക് വാപ്പയുമായി കണക്ഷനുള്ള ഒരാൾ ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിനൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിനിട്ട ഒരു വോയിസ്, ഇയാളുടെ ഫോണിൽ ലോക്കൊന്നുമില്ല, പക്ഷെ അത് അവൾ യാദൃച്ഛികമായി കേൾക്കാനിടയായി. അപ്പോൾ ഈ മോനുണ്ടായതുപോലെ തന്നെ ഉള്ളൊരു വലിയ ഷോക്കാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായത്. അപ്പോൾ അവൾ ഇതേപോലെ ചിന്തിച്ചു, വാപ്പ ഒരു തെറ്റാണല്ലോ ചെയ്തത്, അപ്പോൾ വാപ്പനെ എങ്ങനെ ഈ കാര്യം ബോധ്യപ്പെടുത്തും എന്നാണ് അവളുടെ കാര്യം. അവളുടെ ഉമ്മ തൽക്കാലം വീട്ടിലില്ലാത്തൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ അറിഞ്ഞാലും ഈ മോൻ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ച് അവൾ കുറേ ചിന്തിച്ചു. അങ്ങനെ ഒരു ഉപദേശം തേടിയിട്ടാണ് അവൾ എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനിതിൻ്റെ വിഷയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ സത്യമായും അയാളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവൾ കേട്ട വോയിസ് അത്രയും പ്രയാസകരമായിട്ടുള്ളൊരു വോയിസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ അവളൊരു സജഷൻ പറഞ്ഞു, എന്താണ് ഇത് വാപ്പനെ അറിയിക്കാനുള്ള വഴി? ഒരു മകൾ നിലയ്ക്ക് ഞാനിത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പല വഴികൾ പറഞ്ഞു. ഒന്ന്, നിനക്കൊരു അല്പം ഇപ്പോൾ യഥാർത്ഥത്തിൽ വാപ്പൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആഘാതം ഉണ്ടല്ലോ. ആ ആഘാതത്തിൻ്റെ ശരിയായ വികാരം നീ സത്യസന്ധമായി പ്രകടിപ്പിക്കുക. അപ്പോൾ വാപ്പ ചോദിക്കും, എന്ത് മോക്ക് സംഭവിച്ചത്? അപ്പം ഞാനൊരു സംഗതി കണ്ടു, എനിക്ക് നിങ്ങളോട് പറയാൻ വളരെ വിഷമമുണ്ട്, എന്നാൽ ഞാൻ നിവർത്തില്ലാത്ത സമയത്ത് ഞാനത് പറയും. എന്തായാലും വാപ്പയൊന്ന് ശ്രദ്ധിച്ച് ജീവിക്കണം എന്നൊരു സൂചന പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന തെറ്റാവുന്നതുകൊണ്ട് അയാൾക്ക് വേഗം മനസ്സിലാവുമല്ലോ എന്നൊരഭിപ്രായം പറഞ്ഞു. ഞാൻ പലത് പറഞ്ഞപ്പോഴും അവൾ അതിനൊന്നും തയ്യാറില്ല. കാരണം അവൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് വാപ്പനോട് പറയാന്നുള്ളത് വാപ്പയും അവളുമായുള്ള ബന്ധം കൊണ്ട് സാധ്യമാവില്ല. ഞാൻ ഇടയിൽ പറയാണ്, സത്യത്തിൽ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഉള്ള ആളുകൾ ഇത്തരം തെറ്റായ അവിഹിതങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഇവരൊക്കെ അത് അറിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആഘാതവും അവർക്കുണ്ടാവുന്ന ഷോക്കും എത്രയാണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. അതാണ് ഇത്രയും വലിയ അവിവേകം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ആ പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞിട്ടാണ് അവിടെ ഓരോ വാക്കുകളും പറയുന്നത്. ഇപ്പോൾ ഈ പയ്യൻ്റെ തന്നെ നമ്മളത് വായിക്കുമ്പോൾ എത്രമാത്രം വൈകാരികമാണത്. അവനിങ്ങനെ മനസ്സിൽ കാണുന്നത് വാപ്പ അപമാനിതനാവുന്നത്, നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമൊക്കെ അവനിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര മാരകമാണ്. അപ്പോൾ ഈ പെൺകുട്ടീനോട് അവസാനം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ വാപ്പൻ്റെ നമ്പർ തരാം, നിങ്ങൾ വിളിക്കുന്ന. ഇപ്പോൾ സാധാരണ അങ്ങനെ
നമ്മൾ ആരെങ്കിലും നമ്പർ തരുമ്പോൾ നമ്മൾ വിളിക്കാൻ സാധാരണ നമ്മൾ തയ്യാറാവാറില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഒരു മനോവേദന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അത് വിളിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ തന്നെ നമ്പർ വാങ്ങിയിട്ട് അയാൾക്ക് വിളിച്ചു. അയാൾക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം, പക്ഷെ എനിക്കൊരു കാരണവശാലും അയാൾ അറിയില്ല. അപ്പോൾ അത് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്നോട് പരിചയപ്പെടുത്തരുത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മോൾ എന്നെ വിളിച്ചിരുന്നു, അവൾ വളരെ മാനസികമായ പ്രശ്നത്തിലാണ്, ഒരുപക്ഷെ അത് വലിയൊരു മാനസിക തകർച്ചയിലേക്ക് തന്നെ അവളെ കൊണ്ടെത്തിക്കാം. അതുകൊണ്ട് എന്താ ഇതിൻ്റെ പരിഹാരം, ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി അപകടത്തിലാവും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം ചെയ്ത് തെറ്റാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ ഈ സുഹൃത്ത് വാപ്പനെ കേൾപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഞാൻ വിചാരിക്കണം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, എന്തുമാത്രം ആഘാതങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നത് ഈ ആളുകൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യ ഇത് അറിയണതോട് കൂടെ എന്ത് ചെയ്തു, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഒരു നല്ല അവസ്ഥ നശിച്ചു പോയി. അപ്പോൾ നമ്മൾ ഇന്ന് വരെ നമ്മളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ ഇന്നണ്ട് മരിച്ചു പോവുക, അല്ലെങ്കിൽ ഭാര്യ ഡൈവേഴ്സായി പോവുക, നമ്മൾ തമ്മിലാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല, അത്രമാത്രം സ്നേഹമുള്ള ഒരു ബന്ധം ഒരു നിമിഷം ഇല്ലാതാകുന്നത് എന്തുമാത്രം ഷോക്കുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ എത്ര കാലം പിടിക്കും? ആ മരണത്തിൽ എന്ത് വേർപാടാണ് സംഭവിക്കുന്നത്, അതിനേക്കാളും വലിയ വേർപാടാണ് ഒരു അവിഹിതം. ഞാനല്ലാത്തൊരു പെണ്ണ് അല്ലെങ്കിൽ ഞാനല്ലാത്തൊരാണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് അറിയുമ്പോൾ സംഭവിക്കണം. ഒരു നൈമിഷികമായ ഒരു പ്രലോഭനത്തിന് നാം കൊടുക്കേണ്ട വില എത്രയാണ്? മക്കൾക്ക് പിന്നെ വാപ്പല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാപ്പല്ല. കാരണം നമ്മുടെ പിതാവ് എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള, അത്രമാത്രം ആദരണീയനായിട്ടൊരു വ്യക്തിയാണ്. നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ വലിയൊരു അധാർമികത സംഭവിച്ചാൽ നമുക്ക് അയാൾ ആദരിക്കാൻ കഴിയില്ല. ഇത് ഏതാളാവട്ടെ. ഇപ്പം നമുക്കൊരു അധ്യാപകൻ നമ്മൾ ഇത്ര ബഹുമാനത്തോടെ കാണുന്നു, അയാളൊരു മദ്യപാനിയാണെന്ന് അറിയുമ്പോൾ കഴിഞ്ഞില്ലേ നമ്മൾ? അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകയും അവർ തമ്മിലൊരു അവിഹിതമായ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് എത്ര അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ഉസ്താദ്, ഒരു മൗലവി, അയാൾ എന്തെങ്കിലും അധാർമികത ചെയ്യുന്ന ഒരാളാണ് എന്നറിഞ്ഞാൽ നമുക്ക് അയാളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ പിതാവ് മാതാവ് അങ്ങേയറ്റത്തെ ബഹുമാന്യ വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഈ ഒരിക്കലും ഇനി ആ കുട്ടികൾക്ക് അച്ഛനുണ്ടാവില്ല, അല്ലെങ്കിൽ പിതാവ് ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാപ്പയായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു അഭിമാനമല്ലേ, നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഇന്ന ആൾ, ഇന്ന വ്യക്തി എന്നൊരു അഭിമാനം ആണല്ലോ നമ്മളെ നിലനിർത്തുന്നത്. നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നല്ല ഇമേജിനെ ആളുകളെല്ലാവരും ബഹുമാനത്തോടെ കാണുന്നതാണ് നമ്മുടെ ഒരു വ്യക്തിത്വം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും സംഭവിച്ചു എന്ന് പുറത്തറിയുന്നത് കൂടെ എന്ത് ചെയ്തു, ആളുകൾ മുഴുവനും മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് മാത്രം വെച്ചിട്ടാണ് അവർ നമ്മളെ കാണുക. അപ്പോൾ എന്തൊരു വലിയ ദുരന്തത്തിലേക്കാണ് ഈ ആളുകൾ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കണം. ഞാൻ ഏതായാലും ഇയാളോട് സംസാരിച്ചു. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മോളുടെ മനോനില പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വിളിച്ചു, വളരെ നന്നായി, ഞാൻ വളരെ സൂക്ഷിക്കും, വളരെ ശ്രദ്ധിക്കും, അതെൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിപ്പോയതാണ്, എനിക്ക് ഞാൻ സ്വന്തമായി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വളരെ പോസിറ്റീവായിട്ടാണ് അയാൾക്ക് ഒരിക്കലും ഇനി അത് സംഭവിക്കരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതേ കാര്യം ആ പെൺകുട്ടിയെ അപ്ഡേറ്റ് ചെയ്തു, വാപ്പയോട് ഞാൻ സംസാരിച്ചു, ബോധ്യപ്പെടുത്തി. ഇനി നീ അത് വാപ്പായോട് പറയേണ്ട കാര്യമില്ല, അപ്പോൾ ശരിയായിക്കോളും എന്നെന്ത് ചെയ്തു പറഞ്ഞു. അവൾ വളരെ സന്തോഷത്തിലാണ് ആ ഫോൺ വെച്ചത്. അപ്പോൾ ഞാൻ പറയണത്, ഇത് എന്തായിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് തിരുത്തുകയും അത് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിങ്ങനെ മറച്ചു വെച്ച് പോയാൽ വീണ്ടും നടക്കും. ഏതായാലും ഈ മോൻ്റെ വിഷമങ്ങൾ മാറുകയും അള്ളാഹു അയാൾക്ക് പെട്ടെന്ന് ആ തെറ്റ് മനസ്സിലാക്കി തൗബ ചെയ്യാനുള്ള ഒരു അവസരം നൽകുകയും ചെയ്യട്ടെ.